ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പുണ്യ ഹബീബിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിലാണ് നമ്മളുള്ളത്. വലിയ സന്തോഷത്തിലാണ്. ഹബീബിൻ്റെ ഹഖീഖത്ത് മുഹമ്മദിയ ഇവിടെ അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും അറിയില്ല. അള്ളാഹുവിൻ്റെ ഹബീബിന് എപ്പോഴും വഹി കൊണ്ടുവരുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് വരെ അറിയില്ല എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം. നമുക്ക് കുറച്ചെന്തൊക്കെ അറിയുള്ളൂ. മാഷാ അല്ലാ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, അന സയ്യിദു വുൽദി ആദം അലൈഹിസ്സലാം. റസൂലുള്ളാഹി തങ്ങൾ 49ാമത്തെ വാപ്പയാണ് അബൂന അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം. ഇവിടെ മനുഷ്യരെല്ലാവരും ആരെ മക്കളാ? ആദം നബിയുടെ. എന്നിട്ട് റസൂൽ പറയുന്നു, അന സയ്യിദു ബുൽദി ആദം. മാഷാ അല്ലാ, എന്താ ഹൈ പവർ! ആദം നബിയുടെ മക്കളുടെ അഥവാ ഈ കോടികളായ മനുഷ്യരുടെ നേതാവ് ഞാനാണ്. ഇത് കീബറുകൊണ്ട് പറയില്ല. നമ്മൾ ചിലപ്പോൾ പറയും ഞാനാണ് ഇവിടുത്തെ കാൽ നിന്നൊക്കെ. അതൊക്കെ ഫഖറ. പിന്നെ റസൂൽ പറയാ എന്ത് എന്ന് യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എല്ലാവരും ആ ചുട്ടുപൊള്ളുന്ന സൂര്യൻ്റെ താപമേൽക്കാൻ കഴിയാതെ അവസാനം എല്ലാവരും എടുക്കി എത്തുക ഹബീബിൻ്റെ അടുത്തേക്കല്ലേ. വലാ ഫഖർ. ഇത് ഞാൻ വെറുതെ പൗറ് പറയല്ല, ഹഖീഖത്ത് പറയാം. റസൂലുള്ളാഹി തങ്ങൾക്ക് അതിന് ഫഖർ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വബിയദി ലിവാഉൽ ഹംദ്. മാഷാ അല്ലാഹ്. നാളെ മഹ്ശറയിൽ ഒരൊറ്റ പതാക, ലിവാഉൽ ഹംദ് എന്ന പതാക എൻ്റെ കയ്യിലായിരിക്കും. എൻ്റെ കയ്യിലായിരിക്കും. നമ്മളെ നേതാവിൻ്റെ. നമുക്ക് ഭയങ്കര സന്തോഷ, ഭയങ്കര തൗഫീഖാണല്ലോ റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തിൽ പെട്ടുപോയി എന്നുള്ളത്. അവിടെയും വലാ ഫഖർ. ഫഖർ അല്ലടോ. വമാ മിൻ നബിയ്യി യൗമഇദിൻ. ആ ദിനത്തിൽ ഒരു നബിയുമില്ല. അഥവാ ആദമു ഫമൻ സിവാഹു ഇല്ലാ തഹത ലിവാഇ. ആദം നബി മുതൽ എല്ലാ പ്രവാചകന്മാരും ലിവാഉൽ ഹംദ് എന്ന എൻ്റെ കൊടിക്കീഴിലായിരിക്കും. ഭയങ്കര സംഭവം തന്നെ നമ്മളെ ഹബീബ്. വഅന അവ്വലു മൻ തൻശഖു അൻഹുൽ അർളു വലാ ഫഖർ. അന്ത്യനാളിൽ ആദ്യമായി ഭൂമി പിളർന്ന് ഭൂമുഖത്തേക്ക് വരൽ ഞാനായിരിക്കും. എന്താ ഫഖറാണോ? ഇല്ല, ഹഖീഖത്ത് പറഞ്ഞ് മനസ്സിലാക്കി തരിക. വഅന അവ്വലു ശാഫിഉ. ആദ്യമായി റെക്കമെൻഡ് ചെയ്യുന്നവരും ഞാനാണ്. കുറേ ഷാഫികൾ എവിടെ ഉണ്ട്? ആഖിറത്തിലുണ്ട്. ഉസ്താദുമാരും എല്ലാവരും ഉണ്ടാവും, നിങ്ങളൊക്കെ ഉണ്ടാവും. ആദ്യം ഷഫാഅത്തിന് സ്റ്റാർട്ടിംഗ് മാൻ അവ്വലു വല, അതും ഞാനാണ്. അവ്വലു മുശഫഇൻ. ഷഫാഅത്ത് ചോദിക്കുമ്പോൾ ആദ്യം ഷഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നവരും നൽകപ്പെടുന്നവരും ഞാനാണ്. ഇതും ഫഖറല്ല. ഇതൊന്നും അല്ല, ഞമ്മക്ക് തിരിയില്ല എന്താണ് മുതൽ. നാളെ മഹ്ശറയിൽ എല്ലാവർക്കും, ഈ ഉമ്മത്തിന് മാത്രമല്ല എല്ലാവർക്കും അള്ളാഹുവിൻ്റെ ഹബീബിനെ വേണമല്ലോ. യഹ്താജൂന ഇലാ ഷഫാഅത്തി. അവരെല്ലാവരും ആദം നബിയുടെ മക്കൾ, അതായത് എല്ലാ മനുഷ്യന്മാരും എൻ്റെ ഷഫാഅത്തിലേക്ക്, എൻ്റെ റെക്കമെൻഡിലേക്ക് ആവശ്യമാവും. ദാലിക്കൽ യൗം. ആ ദിവസത്തിൽ. എന്തേ കാരണം? എന്താ എൻ്റെ പവർ അറിയോ?
ലികറാമത്തി ഇൻദല്ലാഹി തആല, എനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വല്ലാത്ത സ്ഥാന, അതെൻ്റെ റബ്ബ് തന്നതാണ്. ആ സ്ഥാനം വെച്ചിട്ട് അങ്ങനല്ലേ രക്ഷപ്പെടാൻ, അങ്ങനെ ചെയ്യുക. ഏറ്റവും അടുത്തുള്ള ആളല്ലേ നമ്മൾ പിടിക്കുക. എന്താപ്പം റസൂലുള്ളാഹി കിട്ടി? അടുപ്പം, അള്ളാഹുവിനോടുള്ള അടുപ്പം. ഈ അടുപ്പത്തിനൊക്കെയല്ല നമ്മൾ ഈ ത്യാഗം സഹിക്കുന്നത്. നമുക്ക് കുറച്ച് കിട്ടിയാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അടുപ്പം ഫഖാബ ഖൗസൈനി ഔ അദ്നാ, ഇതിലപ്പുറം പിന്നെ എന്ത് പറയും? മാഷാ അല്ലാഹ്. ആ അടുപ്പം പരിഗണിച്ച് എല്ലാവരും വരും. ഫൈദൽ തറൂ അതൗ ഇലയ്യ ത്വാലിബീന ലിശഫാഅത്തി ലഹും, അവരെല്ലാവരും ആ അത്യാഹിത ഘട്ടത്തിൽ എന്നിലേക്ക് ഷഫാഅത്ത് തേടി വരും. അങ്ങനെയാണ് ഞാൻ ഒരുങ്ങുക. മുത്തഹബി പറയാ ഫന്തലിക്കൂ, അങ്ങനെ ഞാൻ പോവും. ഫാത്തി തഹ്തൽ അർശ്, അങ്ങനെ ഞാൻ അർശിൻ്റെ ചോട്ടിലെത്തും. സാജിദായി റബ്ബി ഫഅഖഉ സാജിദല്ലി റബ്ബി, എൻ്റെ റബ്ബിനിക്ക് സുജൂദ് ഞാൻ വീഴും. സുമ്മ യഫ്തഹുല്ലാഹു അലയ്യ മിൻ മഹാമിദിഹി, അള്ളാഹിനെ ഹംദ് ചെയ്യാൻ കുറേ പഠിപ്പിച്ചു. അതുകൊണ്ടൊക്കെ ഞാൻ ഹംദ് ചെയ്യും. അപ്പം അല്ലാഹ് പറയും, യാ മുഹമ്മദു, ഹബീബിനെ പേര് വിളിച്ചിട്ട് പറയാ, എന്താ വേണ്ട? ഇർഫ, നിങ്ങൾ ഇങ്ങനെ ഇടങ്ങേറാവല്ലേ. അത് അള്ളാഹു തയ്ക്കൂലേ. ഇർഫ റഅസക, ഉയർത്തു തല, വസൽ തുഅത, ചോദിച്ചോളൂ, എന്തും ചോദിച്ചോളൂ, നൽകപ്പെടാം. വഷ്ഫ തുഷഫ, നിങ്ങൾ ഷഫാഅത്ത് തേടിക്കോളൂ, നൽകാലോ. റസൂല പറയാ ഫർഫഉ റഅസി, അങ്ങനെ ഞാൻ എൻ്റെ തല ഉയർത്തും. ഫഅഖൂലു, അങ്ങനെ ഞാൻ പറയും. മാഷാ അല്ലാഹ്. ആ സമയത്തും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു നോക്കി, നമ്മളെ പ്രത്യേക എടുത്ത് പറയാം, ഇത്ര സന്തോഷവാന്മാർ. ആ സമയത്ത് പറഞ്ഞു നോക്കി, ഉമ്മത്തി യാ റബ്ബി, ഉമ്മത്തി യാ റബ്ബി, ഉമ്മത്തി യാ റബ്ബി, റബ്ബെ എൻ്റെ ഉമ്മത്ത്, എൻ്റെ ഉമ്മത്ത്, എൻ്റെ ഉമ്മത്ത്. ആ എൻ്റെ എന്ന് പറഞ്ഞ ഹബീബിലേക്ക് ഇളാഫ് ചെയ്ത ആ എൻ്റെ ഉമ്മത്തിൽ നമ്മളും പെട്ടല്ലോ. മാഷാ അല്ലാഹ്. അല്ലാഹു. പക്ഷെ എന്ത് വേണം? നമ്മളിപ്പം ദഅവത്തിൻ്റെ രണ്ടായിട്ട് ഉമ്മത്താണല്ലോ, ഇജാബത്തിൻ്റെ ഉമ്മത്തും ദഅവത്തിൻ്റെ ഉമ്മത്തും. വിശ്വാസികൾ ഇജാബത്തിൻ്റെ ഉമ്മത്താണ്. ഇത്തരം നൽകി നമ്മൾ. അല്ലാഹു ഈമാൻ നിലനിർത്തി തരട്ടെ. മരണസമയത്തെങ്ങാനും ഈമാൻ നഷ്ടപ്പെട്ടാൽ ഒരാൾക്കും നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല. പിന്നെ എന്ത് ചെയ്യും? അല്ലാഹു കാക്കട്ടെ. അല്ലാഹു നമ്മളെ ആക്കിബത്ത് നന്നാക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ റബ്ബ് നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ദുന്യാവ് ദാറുമല്ല ദാറല, മാലുമല്ല മാലല, വയജ്മഉ ലഹാ മല്ല അഖലല. ആഖിറത്തിൽ വീടില്ലാത്തവൻ്റെ വീടാ ദുന്യാവ്. ആഖിറത്തിൽ സമ്പത്തില്ലാത്തവൻ്റെ മാല സമ്പത്താണ് ദുന്യാവ്. അന്തല്ലാത്ത പൊട്ടന്മാരാണ് ദുന്യാവിൽ ഒരുമിച്ച് കൂട്ടുക. അങ്ങനത്തെ ദുന്യാവ് കൊണ്ട് നമ്മളിങ്ങനെ വല്ലാതെ സുഖിക്കുകയാണ്. ദുന്യാവ് കുറച്ചാണ് കൂടിയാൽ ഒരു 10 റുപ്യ കഴിഞ്ഞ് എന്ത് സന്തോഷമാണ്. അല്ലാഹു തആല നല്ല ബോധം, നല്ല ഈമാനും നല്ല അമലൊക്കെ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ.